12 പ്രതികൾക്ക് ജീവപര്യന്തം. ഒന്നാം പ്രതി കുറ്റവിമുക്തൻ. 2018 ഫെബ്രുവരി 22 ലോകത്തിനു മുന്നിൽ കേരളം തലകുനിച്ച ആ നിമിഷം. ഞാൻ പറഞ്ഞു വരുന്നത് ബിഷപ്പിന് വേണ്ടി സ്വന്തം ജീവൻ ബലികൊടുക്കേണ്ടി വന്ന അട്ടപ്പാടിയിലെ മധുവിനെ കുറിച്ചാണ്. ഒന്നാം പ്രതിയെ ഈ കേസിൽ ഒന്നാമത് ഡിജിറ്റൽ എവിഡൻസിനെ മാത്രം ആശ്രയിച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. 14-ാം പ്രതിയുടെ ബേക്കറിയിലെ CCTV ക്യാമറയിലാണ് ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷെ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിന്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിൻ്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. 8 കൊല്ലം വേണ്ടി വന്നു പ്രതികൾക്ക് ശിക്ഷ നടപ്പിലാക്കാൻ. എന്നിട്ടോ ഒന്നാം പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു. കാരണം ഡിജിറ്റൽ തെളിവില്ല പോലും. കൂട്ടമായി നടന്ന ക്രൂരതയിൽ തെളിവ് നഷ്ടപ്പെട്ടാൽ നീതി നഷ്ടപ്പെടുമോ? മനുഷ്യന്റെ ജീവന് ഇത്രയേ വിലയുള്ളോ? ഡിജിറ്റൽ തെളിവില്ലെങ്കിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാം എന്ന രീതി സമൂഹത്തിൽ വളരരുത്. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ പൂർണ്ണമായി നീതി ലഭിച്ചോ എന്ന് ജനങ്ങൾ ചോദിക്കും. ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അട്ടപ്പാടി മധു അതൊരു കേസ് മാത്രമല്ല, നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്.